ക്ലാസ്സിന്റെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ചതുരത്തെ കുറിച്ചായിരുന്നല്ലേ? ചതുരവും സമചതുരവും അവയുടെ പ്രത്യേകതകൾ പഠിച്ചു. അവ വരയ്ക്കുന്ന എങ്ങനെയാണെന്ന് പഠിച്ചില്ലേ? ചതുരവും സമചതുരവും വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം നമ്മൾ പരിചയപ്പെട്ടില്ലേ? ഏത് ഉപകരണമായിരുന്നു അത്? സെറ്റ് സ്ക്വയേഴ്സ് അല്ലേ, അഥവാ മട്ടങ്ങൾ. മട്ടത്തിന്റെ ഏത് മൂല ഉപയോഗിച്ച്, ഏത് കോർണർ ഉപയോഗിച്ചായിരുന്നു നമ്മൾ റെക്റ്റാങ്കിൾ അഥവാ ചതുരം വരച്ചത്? റൈറ്റ് കോർണർ ഉപയോഗിച്ചാണ് അല്ലേ? എന്നാൽ നമ്മുടെ സെറ്റ് സ്ക്വയറിന്റെ മറ്റ് രണ്ട് മൂലകൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന ചതുരത്തെ കുറിച്ചാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത്. ആ രണ്ട് കോർണറുകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവയുടെ വശങ്ങൾ എങ്ങനെയുള്ളതാണ്? പരസ്പരം ലംബങ്ങളാണോ? അല്ല അല്ലേ, ചരിവുള്ളതാണ്, ചരിഞ്ഞതാണ്. അതുകൊണ്ട് ആ ചരിഞ്ഞ കോർണറുകൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന ചതുരങ്ങൾ ചരിഞ്ഞ ചതുരങ്ങളായിരിക്കും. ഇപ്പൊ രണ്ട് സെറ്റ് സ്ക്വയറിന്റെയും റൈറ്റ് കോർണർ മട്ട മൂലകൾ മാറ്റി വെച്ചാൽ, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചല്ലാതെ വരച്ചാൽ, മറ്റ് രണ്ട് കോർണറുകൾ ഉപയോഗിച്ച് വരച്ചാൽ നമുക്ക് കിട്ടുന്ന ചതുരങ്ങളാണ് നമുക്ക് ഇന്ന് വരയ്ക്കേണ്ടത്. നമുക്ക് നോക്കാം. നമ്മുടെ സെറ്റ് സ്ക്വയറിന്റെ കോർണറുകൾ എല്ലാവർക്കും അറിയാല്ലേ? ഇത് മട്ടമൂല അഥവാ റൈറ്റ് കോർണർ. ഇത് ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് എന്തായിരുന്നു കിട്ടുന്നത്? ചതുരം അഥവാ റെക്റ്റാങ്കിളും സ്ക്വയർ അഥവാ സമചതുരമായിരുന്നു കിട്ടുന്നത് അല്ലേ? എന്നാൽ നമുക്ക് ഈ രണ്ട് കോർണറുകൾ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ചരിഞ്ഞ ചതുരമാണ് ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. നോക്കാം, നമുക്ക് വരച്ചു നോക്കാം. 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ, നേർരേഖ വരയ്ക്കുന്നു. അതിന്റെ എൻഡ് പോയിന്റ് മാർക്ക് ചെയ്തു. 5 സെന്റിമീറ്റർ മതി നമുക്ക്. 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. നമ്മുടെ സെറ്റ് സ്ക്വയറിന്റെ റൈറ്റ് കോർണർ മട്ട മൂല അല്ലാത്ത കോർണർ മൂല ഉപയോഗിച്ച്, ഈ മൂല ഉപയോഗിച്ച് ഞാൻ ചതുരം വരയ്ക്കാൻ പോവുകയാണ്. ചരിഞ്ഞ ചതുരമാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ വശങ്ങൾ ചരിഞ്ഞതായതുകൊണ്ട് ചരിഞ്ഞ ചതുരമാണ് നമുക്ക് കിട്ടുന്നത്. നോക്കൂ, എൻ പോയിന്റിൽ അഗ്രബിന്ദുവിൽ ഈ കോർണർ ചേർത്ത് വെച്ച്, വരയോട് ചേർത്ത് വെച്ച് ചരിഞ്ഞ വര വരയ്ക്കുന്നു. 5 സെന്റിമീറ്റർ അകലെ അടയാളപ്പെടുത്തിയ പോയിന്റിൽ വീണ്ടും അതേ കോർണർ തന്നെ വെക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് അല്പം എക്സ്ട്രാ ലൈൻ വരച്ചിരിക്കുന്നത്. ഈ വര തന്നെ അല്പം നീട്ടി വരച്ചിരിക്കുന്നത് ഈ പോയിന്റിൽ തന്നെ ആ കോർണർ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പോയിന്റിലേക്ക് സെറ്റ് സ്ക്വയറിന്റെ മട്ടത്തിന്റെ കോർണർ ചേർത്ത് വെച്ചതിന് ശേഷം ചരിഞ്ഞ വര വരയ്ക്കുന്നു. മുകളിലേക്കുള്ള വശങ്ങൾ 3 സെന്റിമീറ്റർ വീതം മാർക്ക് ചെയ്യുന്നു. രണ്ട് വശങ്ങളിലും 3 സെന്റിമീറ്റർ വീതം മാർക്ക് ചെയ്യുന്നു. ആ രണ്ട് പോയിന്റുകളും ചേർത്ത് വരയ്ക്കുന്നു. നമുക്ക് കിട്ടിയ രൂപം ഒരു ചരിഞ്ഞ ചതുരമാണ്, ടിൽറ്റിംഗ് റെക്റ്റാങ്കിൾസ്. ഇതേപോലെ സെറ്റ് സ്ക്വയറിന്റെ ഈ മൂല, നീണ്ട് കൂർത്ത ഈ മൂല ഉപയോഗിച്ചും അടുത്ത സെറ്റ് സ്ക്വയറിന്റെ റൈറ്റ് കോർണർ ഒഴികെ ഈ രണ്ട് കോർണറുകൾ മൂലകൾ ഉപയോഗിച്ചും നമുക്ക് ചരിഞ്ഞ ചതുരം അഥവാ ടിൽറ്റിംഗ് റെക്റ്റാങ്കിൾസ് വരയ്ക്കാം. എല്ലാവരും വരയ്ക്കുമല്ലോ. സെറ്റ് സ്ക്വയറിന്റെ അടുത്ത കോർണർ, നീണ്ടു കൂർത്ത ഈ കോർണർ ഉപയോഗിച്ച് ഒരു ചരിഞ്ഞ ചതുരം കൂടി, ഒരു ടിൽറ്റിംഗ് റെക്റ്റാങ്കിൾ കൂടി ഇത് വരച്ച് കാണിക്കാം. ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അതിന്റെ അഗ്രബിന്ദു, അത് എൻ പോയിന്റ് മാർക്ക് ചെയ്തു. 5 സെന്റിമീറ്റർ അകലെയായി മറ്റൊരു പോയിന്റും മാർക്ക് ചെയ്തു. സെറ്റ് സ്ക്വയർ എടുത്തു. സെറ്റ് സ്ക്വയറിന്റെ നമുക്ക് വരയ്ക്കേണ്ട കോർണർ
എൻ പോയിന്റിൽ ചേർത്ത് വെച്ച് അഗ്രബിന്ദുവിൽ ചേർത്ത് വരയോട് ചേർത്ത് വെക്കുന്നു. ചരിഞ്ഞ വര വരയ്ക്കുന്നു. അഞ്ച് സെന്റിമീറ്റർ അകലെ അടയാളപ്പെടുത്തിയ പോയിന്റിൽ വീണ്ടും അതേ പോയിന്റ് തന്നെ വെക്കുന്നു, അതേ കോർണർ തന്നെ വെക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് എക്സ്ട്രാ ലൈൻ വരച്ചിരിക്കുന്നത്. മുകളിലേക്ക് വരച്ചിരിക്കുന്ന ചരിഞ്ഞ വരകളിൽ 3 സെന്റിമീറ്റർ വീതം മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്ത പോയിന്റുകൾ ജോയിൻ ചെയ്യുന്നു, ചേർത്ത് വരയ്ക്കുന്നു. അളവുകൾ രേഖപ്പെടുത്തുന്നു. എക്സ്ട്രാ ലൈൻ വേണമെങ്കിൽ മായ്ച്ചു കളയാം. ഇതാണ് ടിൽറ്റിംഗ് റെക്റ്റാങ്കിൾ അഥവാ ചരിഞ്ഞ ചതുരം. നമ്മുടെ ഈ കോർണർ ഉപയോഗിച്ച് വരച്ച ചരിഞ്ഞ ചതുരമാണ് ഇത്. ഇതുപോലെ 2 സെറ്റ് സ്ക്വയറിന്റെയും 4 കോർണറുകൾ ഉപയോഗിച്ചും നമ്മൾ ചരിഞ്ഞ ചതുരം വരയ്ക്കണം. ജാമിതി പെട്ടിയിലെ മട്ടങ്ങളുടെ മൂലകൾ ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള രൂപങ്ങൾ നിർമ്മിക്കാമെന്ന് നമ്മൾ പഠിച്ചല്ലേ. ഈ ചിത്രം ഒന്ന് നോക്കൂ. ഇതിന് എന്തെല്ലാം രൂപങ്ങളുണ്ട് എന്ന് പറഞ്ഞേ. ചതുരമുണ്ട്, സമചതുരമുണ്ട്, ത്രികോണം, ചരിഞ്ഞ ചതുരം, ഇവയെല്ലാം ഉണ്ടല്ലേ. അപ്പൊ ഇതെല്ലാം നമ്മൾ ഏത് ഉപകരണം ഉപയോഗിച്ച് വരയ്ക്കേണ്ടത്? സെറ്റ് സ്ക്വയർ അഥവാ മട്ടം ഉപയോഗിച്ചാ വരയ്ക്കേണ്ടത് അല്ലേ. അപ്പൊ മട്ടത്തിന്റെ ഏതെല്ലാം കോർണറുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഈ കാണുന്ന ചിത്രം നോക്കൂ. ഒരു വീടിന്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത് അല്ലേ. അതിൽ എന്തെല്ലാം രൂപങ്ങളാണുള്ളത്? ചതുരം, സമചതുരം, ത്രികോണം, ചരിഞ്ഞ ചതുരം എന്നിവയല്ലേ. സ്ക്വയർ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, ടിൽറ്റിംഗ് റെക്റ്റാങ്കിൾസ് ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. ഇനി നമുക്ക് ഇവ എങ്ങനെയാ വരയ്ക്കേണ്ടത്? സമചതുരത്തിന്റെ നീളം ഒന്ന് അളന്ന് നോക്കിയേ. ഒരു വശത്തിന്റെ നീളം എത്രയാ കിട്ടിയത്? 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ സമചതുരമായിട്ട് വരയ്ക്കണോ? വേണ്ട അല്ലേ. നമുക്ക് 3 സമചതുരവും ഒരുമിച്ച് വരയ്ക്കാം. ആദ്യം അപ്പൊ ഏതാ വരയ്ക്കേണ്ടത്? സമചതുരം അല്ലേ. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യണം? ഒരു നേർരേഖ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. എത്ര സെന്റിമീറ്റർ? 9 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ നേർരേഖ വരയ്ക്കുന്നു. വരച്ചിട്ട് 0, 3, 6, 9 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. പൂജ്യം, 3, 6, 9 4 പോയിന്റുകൾ മാർക്ക് ചെയ്തു. നമുക്ക് സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. അപ്പൊ നമ്മുടെ സെറ്റ് സ്ക്വയറിന്റെ ഏത് കോർണർ ആണ് ഉപയോഗിക്കേണ്ടത്? റൈറ്റ് കോർണർ ഉപയോഗിക്കേണ്ടത് അല്ലേ. പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാൻ, ലംബരേഖ വരയ്ക്കാൻ നമ്മൾ റൈറ്റ് കോർണർ ആണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ വരച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ മുകളിലായി നമ്മുടെ സെറ്റ് സ്ക്വയർ വെക്കുന്നു. ലൈനിന് മുകളിലായി സെറ്റ് സ്ക്വയർ വെച്ചു. സെറ്റ് സ്ക്വയറിന്റെ റൈറ്റ് കോർണർ എൻ പോയിന്റിൽ ചേർത്ത് വെച്ചു. മുകളിലേക്ക് പെർപെൻഡിക്കുലർ ലൈൻ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. വീണ്ടും 3 സെന്റിമീറ്റർ അകലെ വീണ്ടും സെറ്റ് സ്ക്വയർ വെച്ചു, മുകളിലേക്ക് വരച്ചു. അവ ജോയിൻ ചെയ്തു. 3 സ്ക്വയറുകൾ ലഭിച്ചു. ഇനി നമുക്ക് വീടിന്റെ ഫ്രണ്ടിലായി ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന് 2 കോർണറുകൾ സെറ്റ് സ്ക്വയറിന്റെ കോർണർ ഉപയോഗിച്ചാണ് വരച്ചിരിക്കുന്നത്. നിങ്ങളുടെ സെറ്റ് സ്ക്വയർ എടുത്തൊന്ന് അളന്ന് നോക്കൂ. ഏത് കോർണറാണ് നമ്മുടെ ട്രയാങ്കിളിന്റെ 2 സൈഡിലായി വരച്ചിരിക്കുന്നതെന്ന് നോക്കണം. കണ്ടെത്തിയോ?
ഏത് സെറ്റ് സ്ക്വയറിന്റെ ഏത് കോർണറാണ് ഉപയോഗിച്ചിരിക്കുന്നത്? നോക്കിയോ? അതായത് നമ്മുടെ നീണ്ടു കൂർത്തിരിക്കുന്ന ഒരു സെറ്റ് സ്ക്വയർ ഉണ്ടല്ലോ, അതിന്റെ ഓപ്പോസിറ്റ് കോർണറായ ഈ കോർണറാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലായി വരച്ചിരിക്കുന്ന ട്രയാങ്കിള് വരച്ചിരിക്കുന്ന കോർണർ. അപ്പൊ എന്ത് ചെയ്യണം? ഈ കോർണർ ആദ്യ സ്ക്വയറിന്റെ മുകളിലായി വെക്കുക, മുകളിലേക്ക് നീട്ടി വരയ്ക്കുക. വീണ്ടും 3 സെന്റിമീറ്ററിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റിൽ വീണ്ടും ആ കോർണർ തന്നെ, നമ്മളിവിടെ വരച്ച കോർണർ തന്നെ ചേർത്ത് വെക്കുക. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ കിട്ടി അല്ലേ? ഇനി നമുക്ക് അടുത്ത 2 പോയിന്റിൽ വെച്ചിരിക്കുന്ന സെറ്റ് സ്ക്വയറിന്റെ കോർണർ ഏതാണെന്ന്, ഏത് കോർണർ ഉപയോഗിച്ചാൽ വരച്ചതെന്ന് കണ്ടെത്തണം. ഏത് കോർണർ ആണെന്ന് നോക്കിയേ. ഈ കോർണർ ആണോ? അല്ല, അടുത്ത സെറ്റ് സ്ക്വയറിന്റെ കോർണർ ആയിരുന്നു അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 2 കോർണർ ഏകദേശം തുല്യ അളവുള്ളവയാണ്. അതുകൊണ്ട് ഈ 2 കോർണറിൽ ഏതായാലും മതി. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റില്, രണ്ടാമത്തെ പോയിന്റില് ഈ കോർണർ ചേർത്ത് വെക്കുന്നു. മൂന്നാമത്തെ പോയിന്റിൽ വീണ്ടും ആ കോർണർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ചരിഞ്ഞ വരകൾ കിട്ടിയല്ലോ. ആദ്യത്തെ ചരിഞ്ഞ വര 3 സെന്റിമീറ്ററും രണ്ടാമത്തെ ചരിഞ്ഞ വര 3.5 സെന്റിമീറ്ററുമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതൊന്ന് നോക്കണം. ഒന്നാമത്തെ വര 3 സെന്റിമീറ്ററും രണ്ടാമത്തെ വര 3.5 സെന്റിമീറ്ററുമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ 3 പോയിന്റുകളും ജോയിൻ ചെയ്യുക. നമുക്ക് വീടിന്റെ രൂപം കിട്ടിയില്ലേ? ഇനി എന്തും കൂടി മതി? വാതിലും കൂടെ മതി അല്ലേ? വാതിലിന്റെ ഷേപ്പ് എന്താണ്? ഒരു റെക്റ്റാങ്കിൾ ആണല്ലേ? ഏകദേശം 1 സെന്റിമീറ്റർ അകലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. 1 സെന്റിമീറ്റർ അകലെയും 1.5 സെന്റിമീറ്റർ അകലെ, ഏകദേശം 0.5 സെന്റിമീറ്റർ അകലെയും പോയിന്റ് മാർക്ക് ചെയ്യുന്നു. പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. പൂർത്തിയായി. നോക്കിയേ, അതേപോലെയുള്ള ഒരു വീടിന്റെ രൂപം നമ്മൾ പൂർത്തിയാക്കിയല്ലോ. ഏതെല്ലാം രൂപങ്ങളായിരുന്നു ഇതിലുള്ളത്? സ്ക്വയർ ഉണ്ട്, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, ടിൽറ്റിംഗ് റെക്റ്റാങ്കിൾസ് അല്ലേ? അതായത് ചതുരം, സമചതുരം, ത്രികോണം, ചരിഞ്ഞ ചതുരം. ഇതിന് നമ്മൾ ഉപയോഗിച്ച ഉപകരണങ്ങൾ ഏതൊക്കെയായിരുന്നു? സെറ്റ് സ്ക്വയറും സ്കെയിലും. ഇനി ഏതൊക്കെ കോർണർ ഉപയോഗിച്ചാണ് വരച്ചതെന്ന് എല്ലാവരും കണ്ടല്ലോ. കൃത്യമായ അളവിൽ ഇതുപോലെ ഭംഗിയായി വൃത്തിയായി നോട്ട്ബുക്കിൽ വരയ്ക്കണം. ഇതുപോലെ സെറ്റ് സ്ക്വയറിന്റെ കോർണറുകൾ ഉപയോഗിച്ച് വേറെ ചില ചിത്രങ്ങൾ കൂടി നമുക്ക് വരയ്ക്കാം. സെറ്റ് സ്ക്വയറിന്റെ അഥവാ മട്ടത്തിന്റെ ഒരു കോർണർ ഉപയോഗിച്ച് വരച്ച ഒരു ചിത്രമാണ് ഈ കാണുന്നത്. ഏത് കോർണർ ആണെന്ന് നിങ്ങൾ അളന്ന് നോക്കി കണ്ടെത്തണം. ഓക്കെ, ആദ്യം നമുക്ക് സെറ്റ് സ്ക്വയറിന്റെ ഈ കോർണർ ഉപയോഗിച്ച് ഞാൻ ഒരെണ്ണം വരച്ച് കാണിക്കാം. ഇതുപോലെ സെറ്റ് സ്ക്വയറിന്റെ മറ്റു കോർണറുകൾ ഉപയോഗിച്ച് നിങ്ങൾ വരയ്ക്കണം. ആദ്യം ഈ ചിത്രം വരയ്ക്കുക. നോക്കൂ, സെറ്റ് സ്ക്വയറിന്റെ ഈ കോർണർ ഉപയോഗിച്ച് ഒരു പോയിന്റിന് ചുറ്റുമായി രൂപങ്ങൾ വരയ്ക്കാം. ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ, നേർരേഖ വരയ്ക്കുന്നു. കോർണർ ചേർത്ത് വെക്കുന്നു. ഒരു ചരിഞ്ഞ വര വരയ്ക്കുന്നു. വീണ്ടും അടുത്ത വരയിലേക്ക് സെറ്റ് സ്ക്വയർ ചേർത്ത് വെക്കുന്നു, ജോയിൻ ചെയ്യുന്നു. വീണ്ടും അതേ കോർണർ പോയിന്റിലേക്ക് ചേർത്ത് വെക്കുന്നു. അടുത്ത വര വരയ്ക്കുന്നു. പ്രകാരം പോയിന്റിന്
ചുറ്റും വരകൾ വരച്ച് പൂർത്തിയാക്കുന്നു. ഈ വരകളിൽ 3 സെന്റിമീറ്റർ വീതം മാർക്ക് ചെയ്യുന്നു. ഓരോ വരയിലും 3 സെന്റിമീറ്റർ വീതം മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെ മാർക്ക് ചെയ്ത പോയിന്റുകൾ ജോയിൻ ചെയ്യുന്നു, ചേർത്ത് വരയ്ക്കുന്നു. ഇപ്പോൾ കിട്ടിയ രൂപം ഒന്ന് നോക്കൂ. നമ്മുടെ പോയിന്റിന് ചുറ്റുമായി എത്ര ത്രികോണങ്ങൾ അല്ലെങ്കിൽ എത്ര രൂപങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6 രൂപങ്ങളാണ് ഒരു പോയിന്റിന് ചുറ്റും വന്നിരിക്കുന്നത്. ഇതുപോലെ അടുത്ത പോയിന്റ്, അടുത്ത കോർണർ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ഒരു പോയിന്റിന് ചുറ്റും എത്ര ഭാഗങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തണം. അതേപോലെ തന്നെ ഈ സെറ്റ് സ്ക്വയറിന്റെയും 2 കോർണറുകൾ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ, ഇതുപോലെ പോയിന്റിന് ചുറ്റുമായി വരയ്ക്കുമ്പോൾ എത്ര ഭാഗങ്ങളാണ് പോയിന്റിന് ചുറ്റും കിട്ടുന്നതെന്ന് കണ്ടെത്തി നോട്ട്ബുക്കിൽ വരയ്ക്കണം. ഇന്ന് നമ്മൾ എന്താ പഠിച്ചേ? സെറ്റ് സ്ക്വയറിന്റെ മട്ടമൂല അല്ലാത്ത, റൈറ്റ് കോർണർ അല്ലാത്ത കോർണറുകളുടെ പ്രത്യേകതകളാണ് പഠിച്ചത് അല്ലേ? ആ കോർണറുകൾ ഉപയോഗിച്ച്, അതായത് മട്ടമൂല അല്ലാത്ത മൂലകൾ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന രൂപങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ആ രൂപങ്ങൾ ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങള് നമ്മൾ കണ്ടിരുന്നു. എല്ലാവരും സെറ്റ് സ്ക്വയറിന്റെ മറ്റു കോർണറുകൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന രൂപങ്ങൾ നോട്ട്ബുക്കിൽ വൃത്തിയായും ഭംഗിയായും വരച്ച് ടീച്ചറിന് അയച്ചു തരണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.